ഒരു ലേഡി നമുക്ക് വന്നത് ഓൺലൈനിൽ അവർ എന്തോ ചെയ്യുന്ന ഒരു ലേഡിയാണ്. അവരുടെ സർവീസസ് വേണം ഓൺലൈനിൽ എന്ന് പറഞ്ഞിട്ട് ആ സർവീസ് ബുക്ക് ചെയ്ത ഒരാൾ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ചോദിച്ചു. അവരത് അയച്ചു കൊടുത്തു. അവർ പറഞ്ഞു എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നുന്നു, ഒരു കാര്യം ചെയ്യും, ഞാനൊരു ബാർകോഡ് അയക്കേണ്ടത്, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ വരും എന്ന് പറഞ്ഞു. അവരത് ബാർകോഡ് ചിന്തിക്കാണ്ട് അത് സ്കാൻ ചെയ്തു. ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ മുഴുവൻ അങ്ങോട്ട് പോയി, ഫുള്ള് പോയി കഴിഞ്ഞപ്പോൾ അയ്യോ സോറി കേട്ടോ, ഞങ്ങൾക്ക് പൈസ ഇങ്ങനെ വന്നിട്ടുണ്ട്, അത് ഞങ്ങളുടെ തെറ്റാണ്, ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത് തിരിച്ചയച്ച് തരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, കമ്പനി അക്കൗണ്ട് ആയതുകൊണ്ട് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ KYC ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവർ KYC ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. KYC ഡീറ്റെയിൽസ് അവർ അയച്ചു കൊടുത്തു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് ആദ്യം നഷ്ടപ്പെട്ടത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 50,000 റുപ്പീസാണ്. അവർക്ക് പിറ്റേ ദിവസം KYC ഡീറ്റെയിൽസ് അയച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് വരണ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരണ എമൗണ്ട് നിയർലി 10 lakhs. അപ്പോൾ ഇവർ പേടിച്ചു. ഇവർ തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു 10 ലക്ഷം വന്നിട്ടില്ല, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, എൻ്റെ പൈസ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന കുറേ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരാം, ആ അക്കൗണ്ട്സിലേക്ക് മുഴുവനും ഞാൻ പറഞ്ഞ എമൗണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവർ ആ എമൗണ്ട് മുഴുവൻ ട്രാൻസ്ഫർ ചെയ്തു. 50,000 വേണ്ട, പോയത് പോട്ടെ എന്ന് വെച്ചിട്ട് ആ കോൾ അവർ അവിടെ വെച്ച് ക്യാൻസൽ ചെയ്തു. ഒരു മാസം കഴിയുമ്പോൾ അവർക്ക് ഒരു നോട്ടീസ് വരണത്, ഈ മെസ്സേജ് വരണത്, നിങ്ങളുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്യണേ, നിങ്ങളുടെ ലോൺ ഓഫ് നിയർലി 10 lakhs റുപ്പീസ്. ആ പോർട്ടലിൽ നമ്മൾ കയറി നോക്കുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള പോർട്ടാണ്. ആ പോർട്ടലിൽ ഇവരുടെ KYC വെച്ച് ലോൺ എടുത്തിട്ടുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം വെച്ചിട്ട് ഇവർ ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ വന്നിട്ടുള്ളത് ഇവരുടെ അക്കൗണ്ടിലേക്കാണ്. എങ്ങനെ അവർ നോ എന്ന് പറയും? അവരെങ്ങനെ പോയിട്ട് ഈ പോർട്ടലിനോട് പറയും ഇത് ഞാനല്ല എടുത്തത്, ഞാനല്ല യൂസ് ചെയ്തതെന്ന്? ലീഗലി ട്രാപ്ഡായി. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിയുമ്പോൾ അവർക്ക് വക്കീൽ നോട്ടീസുകൾ വന്നു. ഇന്ത്യയിലെ ഏതൊക്കെയോ സ്റ്റേഷനുകളിൽ നിന്ന് വക്കീൽ നോട്ടീസ് വന്നു. എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമിനകത്ത് ഞങ്ങൾ അയച്ചു കൊടുത്ത അക്കൗണ്ടിൽ ഇതൊരു അക്കൗണ്ടാണ്. അവർക്ക് ആ ഒരു എമൗണ്ട് വന്നില്ലേ? ഞങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ഇങ്ങോട്ട് അയച്ചു തന്നേലും ഇവരുടെ അക്കൗണ്ട്, ഇവർ കുറേ അക്കൗണ്ട്സിലേക്ക് ചെറിയ പൈസകൾ അയച്ചു കൊടുത്തു. ഈ 10 ലക്ഷം മണി ലോണ്ടറിങ്ങിൽ അവർക്ക് ബെയിലെടുക്കണം, അവരൊരു ലോണിന് റീപേ ചെയ്യണം. വാട്ട് എവർ ഹാപ്പൻസ്, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസയും പോയി. ഇവർ ഒറ്റയ്ക്കൊരു സ്ത്രീയാണ്, എവിടെയൊക്കെ പോവും, എന്തൊക്കെ ചെയ്യും.